എല്ലാവർക്കും നമസ്കാരം. മറ്റൊരു പ്രധാനപ്പെട്ട ടോപ്പിക്കുമായിട്ടാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ ചെയ്യുന്നത്. ഇന്ത്യയെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നാഴികക്കല്ലായി മാറാവുന്ന ഒരു സംഭവത്തിന് തുടക്കം കുറിച്ചിരിക്കുകയാണ്. നമുക്കറിയാം, ഇന്ന് വരെ നമുക്ക് രാജ്യത്തിന് ഒട്ടനവധി നേട്ടങ്ങളും അല്ലെങ്കിൽ വിജയങ്ങളും ഒക്കെ തന്നെ നമുക്ക് പല മേഖലകളിൽ, ഒത്തിരി മേഖലകളിൽ നമുക്ക് കൈവരിക്കാൻ സാധിച്ചിട്ടുണ്ട്. ഒരു രാജ്യത്തിനെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മേഖലയാണ് ഈ എയർലൈൻ, എന്താണ് എയറോ ഡൈനാമിക്സ്, എന്താണ് പറയുന്നത്, ഈ എയർലൈനുമായിട്ടുള്ള ടെക്നോളജി. ഇപ്പോൾ ഫൈറ്റർ എയർക്രാഫ്റ്റിൻ്റെ ആയാലും എന്താണ് പറയുക, മിലിറ്ററി പർപ്പസിന് വേണ്ടിയുള്ള നമ്മുടെ ഫൈറ്റർ എയർക്രാഫ്റ്റ് ആയാലും ബോംബേഴ്സ് ആയാലും അല്ലെങ്കിൽ സിവിലിയൻ എയർക്രാഫ്റ്റ്, പാസഞ്ചർ എയർക്രാഫ്റ്റ്, ഈ പറഞ്ഞ മേഖലകളിലൊക്കെ തന്നെ. കാരണം നമുക്ക് നമ്മുടെ ISRO ലോകത്തിലെ ഏറ്റവും മികച്ച ഒരു സ്പേസ് ഏജൻസി ആയിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്, മാറിക്കഴിഞ്ഞു. തീർച്ചയായിട്ടും ഒട്ടനവധി നേട്ടങ്ങൾ നമുക്ക് കൈവരിക്കാൻ സാധിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് മുമ്പിൽ നിൽക്കുന്ന രാജ്യങ്ങളെ പോലെ നമുക്ക് ഫണ്ടിൻ്റെ ഒരു സ്കോസിറ്റി നമ്മളെ സംബന്ധിച്ച് വലിയൊരു പ്രശ്നമായതുകൊണ്ടാണ് ഇന്ത്യക്ക് തീർച്ചയായിട്ടും ഇപ്പോൾ മറ്റു രാജ്യങ്ങൾ എത്തിപ്പെട്ട ഒരു നിലയിലേക്ക് നമുക്ക് തീർച്ചയായിട്ടും എത്തിച്ചേരാൻ ഇതുവരെ കഴിയാഞ്ഞത്. അല്ല, നമുക്ക് ആവശ്യമായിട്ടുള്ള ഭൗതിക ശേഷി ഇല്ലാഞ്ഞിട്ടോ അല്ലെങ്കിൽ ആ ഭൗതിക ശേഷി ഉപയോഗിച്ച് നമുക്ക് ടെക്നോളജി, കാരണം നമ്മൾ അറിയാം, നമുക്ക് ചന്ദ്രയാനം ഒക്കെ തന്നെ നടത്തി കഴിഞ്ഞ ഒരു രാജ്യമാണ്. തീർച്ചയായിട്ടും വളരെ സെലക്റ്റീവായിട്ടുള്ള നാലോ അഞ്ചോ അല്ലെങ്കിൽ ആറോ ഏഴോ രാജ്യങ്ങളുടെ ലിസ്റ്റിൽ ഇന്ത്യ ടോപ്പായിട്ടുള്ള സ്പേസ് ഇല്ലേ, എക്സ്പ്ലോറേഷൻ അല്ലെങ്കിൽ സ്പേസ് ടെക്നോളജി അല്ലെങ്കിൽ സ്പേസ് ഏജൻസിയുടെ ലിസ്റ്റിൽ വരുന്നതാണ് ഇന്ത്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതുപോലെ തന്നെ നമ്മളുടെ DRDO, ഡിഫൻസ് റിസർച്ച് ഡെവലപ്മെൻറ്റ് ഓർഗനൈസേഷൻ, പിന്നെ ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡ്, ഒത്തിരി പോരായ്മകളൊക്കെ ഉണ്ടെങ്കിൽ തന്നെയും തീർച്ചയായിട്ടും അങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള പല മേഖലകളിൽ, പ്രതിരോധ സംബന്ധമായിട്ടുള്ള, സ്പേസ് സംബന്ധമായിട്ടുള്ള ഒക്കെ തന്നെ മേഖലകളിലും അനുബന്ധ മേഖലകളിലൊക്കെ തന്നെ ഇന്ത്യ ഒത്തിരി നേട്ടങ്ങൾ കൈവരിച്ചു കഴിഞ്ഞു. അതുപോലെ തന്നെ ഇന്ത്യ തീർച്ചയായിട്ടും ആ യാത്ര എന്താണ് നമ്മൾ പറയുന്നത്, ആ യാത്ര തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ഫണ്ടിൻ്റെ പ്രശ്നം പറഞ്ഞാൽ, നമ്മൾ സാമ്പത്തികമായിട്ടുള്ള പുരോഗതി കൈവരിക്കുമ്പോൾ തീർച്ചയായിട്ടും നമുക്കും ഇതുപോലുള്ള കാര്യങ്ങൾക്ക് വേണ്ടി കൂടുതൽ റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റിന് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്യാനുള്ള ഫണ്ട് അല്ലെങ്കിൽ വെൽത്തൊക്കെ നമ്മുടെ കൈവശം ഉണ്ടാകും. പിന്നെ ഇപ്പോൾ നമ്മൾ അധികം വലിയൊരു ഡെവലപ്ഡ് ആയിട്ടുള്ള ഒരു രാജ്യമല്ലാത്തതുകൊണ്ട് തീർച്ചയായിട്ടും അമേരിക്ക മുതലായിട്ടുള്ള രാജ്യങ്ങളുടെ പക്കൽ നിന്നൊക്കെ ഒത്തിരി നമുക്ക് അറിയാം, പലതരത്തിലുള്ള പ്രഷേഴ്സ്, സമ്മർദ്ദങ്ങൾ, സാങ്ഷൻസ് അല്ലേ, ഇതൊക്കെ തന്നെ നമുക്ക് നേരിടുകയും അതുപോലെ തന്നെ എന്താണ് പറയുന്നത്, ഈ പ്രതിസന്ധികളെയൊക്കെ തന്നെ തരണം ചെയ്തുകൊണ്ടാണ് നമ്മൾ യാത്ര ചെയ്ത് ഇന്ത്യ ഇവിടെ വരെ എത്തിയത് എന്നുള്ള കാര്യം നമുക്കറിയാം. അപ്പോൾ നമ്മുടെ HAL, ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡ്, ഇപ്പോൾ തേജസ് എന്ന് പറയുന്ന ഫൈറ്റർ എയർക്രാഫ്റ്റ്, അത് നമ്മളെ തീർച്ചയായിട്ടും നമുക്ക് പൂർണ്ണമായിട്ടും തദ്ദേശീയമായി വികസിപ്പിക്കാൻ നമുക്ക് അവകാശപ്പെടാൻ പറ്റില്ല. കാരണം അതിൻ്റെ ജെറ്റ് എഞ്ചിനൊക്കെ തന്നെ വിദേശ രാജ്യങ്ങളുടെ ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ടുള്ളതാണ്. പക്ഷേ ഇന്ത്യ അതിനകത്തിലൊക്കെ തീർച്ചയായിട്ടും റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് നടത്തുന്നുണ്ട്. ഈ പറഞ്ഞ പോലെ തന്നെ അടുത്തൊരു ദശാബ്ദത്തിനുള്ളിൽ തീർച്ചയായിട്ടും നമുക്ക് വളരെ, എന്താണ് പറയുന്നത്, ഈ നമ്മുടെ പ്രതീക്ഷിക്കാൻ കഴിയുന്നതിനപ്പുറം നേട്ടങ്ങൾ ഇന്ത്യക്ക് കൈവരിക്കാൻ സാധിക്കും ഈ പറഞ്ഞ ഒരു മേഖലയിൽ എന്നുള്ള സംശയങ്ങളൊന്നുമില്ല. അപ്പോൾ അത്തരം ഒരു മുന്നേറ്റം നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഇപ്പോൾ നമുക്ക് തീർച്ചയായിട്ടും അറിയാൻ കഴിയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ലോകത്ത് പാസഞ്ചർ എയർക്രാഫ്റ്റ് നിർമ്മിക്കുന്ന രാജ്യങ്ങളുടെ എണ്ണം വളരെ കുറവാണ്. ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്നത് അമേരിക്കയുടെ ബോയിങ്ങും യൂറോപ്പിൻ്റെ പിന്നെ എയർബസുമാണ്. കാരണം ഗ്ലോബൽ പാസഞ്ചർ എയർക്രാഫ്റ്റിൻ്റെ വിപണി പൂർണ്ണമായിട്ടല്ലെങ്കിൽ തന്നെയും ബഹുഭൂരിപക്ഷം ശതമാനവും കൈയടക്കിയിരിക്കുന്നത് അല്ലെങ്കിൽ ഡോമിനേറ്റ് ചെയ്യുന്നത് ഈ പറഞ്ഞ രണ്ട് കമ്പനികളാണ്. നമ്മളിപ്പോൾ ഏതൊരു രാജ്യത്തെ എയർക്രാഫ്റ്റ് മേടിക്കാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ ഒന്നീ ബോയിങ്ങിൻ്റെ എയർക്രാഫ്റ്റ് അല്ലെങ്കിൽ എയർബസിൻ്റെ എയർക്രാഫ്റ്റ്, ഈ രണ്ട് ചോയ്സ് മാത്രമേ അവരുടെ മുമ്പിലുള്ളൂ. മറ്റൊരു മൂന്നാമതൊരു ചോയ്സ് അവരുടെ മുമ്പിലില്ല. അപ്പോൾ ലോകത്തെ ഏറ്റവും മുമ്പിൽ നിൽക്കുന്ന രണ്ട് പാസഞ്ചർ എയർലൈൻസ് അല്ല, എയർക്രാഫ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബോയിങ്ങും എയർബസും തന്നെയാണ്. എയർബസ് എന്ന് പറഞ്ഞാൽ അത് യൂറോപ്യൻ കൺസോർഷ്യം, കുറേ രാജ്യങ്ങൾ ചേർന്നുണ്ടാക്കുന്നതാണെന്ന് തോന്നുന്നു. ബോയിങ് പ്യൂർലി അമേരിക്കയുടെ കമ്പനിയാണെന്ന് നമുക്കറിയാം. അവർ സിവിലിയൻ
ഈ പാസഞ്ചർ എയർക്രാഫ്റ്റ് മാത്രമല്ല, ഡിഫൻസ് രംഗത്തും അവർ ഏറ്റവും എന്താണ് പറയുന്നത്, ഒരു മുൻപന്തിയിൽ നിൽക്കുന്ന രാജ്യമാണ്, ഒരു കോർപ്പറേഷനാണ് ബോയിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ഇന്ത്യ റഷ്യ ഒരു ജോയിന്റ് വെഞ്ചറിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ പാസഞ്ചർ എയർക്രാഫ്റ്റിന് ജന്മം കൊടുക്കാൻ പോവുകയാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്ത. ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡ് ആണ് നമ്മുടെ ഇന്ത്യയുടെ ഭാഗത്തു നിന്ന് അതിനകത്ത് കൊളാബറേറ്റ് ചെയ്യുന്നത്. റഷ്യയുടെ ഭാഗത്തു നിന്ന് അവരുടെ യുണൈറ്റഡ് എയർക്രാഫ്റ്റ് കോർപ്പറേഷൻ SJ100 എന്ന് പറയുന്ന ബ്രാൻഡ് ലേബലുള്ള ഒരു പാസഞ്ചർ എയർക്രാഫ്റ്റ് നിർമ്മിക്കുവാനുള്ള ധാരണ ഇരു രാജ്യങ്ങളും തമ്മിലായിട്ടുണ്ട്. അപ്പോൾ അത് ഇന്ത്യയും റഷ്യയും തമ്മിലുള്ള ബന്ധങ്ങൾ കൂടുതൽ ശക്തമാക്കുവാനും അല്ലെങ്കിൽ കൂടുതൽ ആഴത്തിലും അതുപോലെ തന്നെ വ്യാപിപ്പിക്കാനും ഒക്കെ സഹായിക്കുന്ന തരത്തിലുള്ള ഒരു പുതിയ ചുവടുവയ്പ്പാണ് എന്നാണ് പൊതുവെ ഇതിനെ വിശേഷിപ്പിക്കുന്നത്. അപ്പോൾ ഇന്ത്യ ഇങ്ങനൊരു നിർമ്മിച്ചു വരുമ്പോഴത്തേക്ക് കുറേ വർഷങ്ങൾ എടുക്കുമായിരിക്കാം. എന്നിരുന്നാൽ തന്നെയും തീർച്ചയായിട്ടും റഷ്യ എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ കൈവശം അത്യാവശ്യം ഈ മേഖലകളിലൊക്കെ തന്നെ എയർക്രാഫ്റ്റ് മാനുഫാക്ചറിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് നല്ല ബെറ്റർ ആയിട്ടുള്ള ടെക്നോളജി ഉണ്ട്. കാരണം അവർ ലോകത്തെ ഏറ്റവും അമേരിക്ക കഴിഞ്ഞാൽ അടുത്ത നമ്പർ 1 മിലിറ്ററി എന്താ പറയുന്നത് വെപ്പൺ സിസ്റ്റം ഉണ്ടാക്കുന്ന രാജ്യമാണല്ലോ. തീർച്ചയായിട്ടും പല മേഖലകളിലും അമേരിക്കയെക്കാളിലും എന്താണ് പ്രാഗൽഭ്യമുള്ള അല്ലെങ്കിൽ ഈ വളരെ എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഫയർ പവർ ഉള്ള സോഫിസ്റ്റിക്കേറ്റഡ് ഉള്ള ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ട് തന്നെ റഷ്യയുടെ പല വെപ്പൺ സിസ്റ്റം ഉണ്ട്. ലോകത്തിലെ പല രാജ്യങ്ങൾ, ഇന്ത്യ ഉൾപ്പെടെയുള്ള ചൈന ഉൾപ്പെടെയുള്ള രാജ്യങ്ങളൊക്കെ തന്നെ റഷ്യയുടെ വെപ്പൺ സിസ്റ്റം ഉപയോഗിക്കുന്ന രാജ്യങ്ങളുമാണ്. അപ്പോൾ എയർക്രാഫ്റ്റിൻ്റെ മാനുഫാക്ചറിങ്ങിൽ റഷ്യക്ക് ടെക്നോളജി ഉണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും എന്തൊരു പാസഞ്ചർ എയർക്രാഫ്റ്റിൻ്റെ മാനുഫാക്ചറിങ്ങിൽ ഇപ്പോൾ ബോയിങ്ങിനെ അല്ലെങ്കിൽ എയർബസിനെയൊക്കെ കോമ്പീറ്റ് ചെയ്യുന്ന തരത്തിൽ റഷ്യയുടെ ഭാഗത്തുനിന്ന് ഒരു എയർക്രാഫ്റ്റ് മാനുഫാക്ചറിങ് ഇല്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് ഉത്തരം എൻ്റെ പക്കലില്ല. പക്ഷേ ഇപ്പോൾ ഇവിടെ റഷ്യയുടെ യുണൈറ്റഡ് എയർക്രാഫ്റ്റ് കോർപ്പറേഷൻ USC, അതുപോലെ ഇന്ത്യയുടെ HAL ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡും ചേർന്ന് SJ100 എയർക്രാഫ്റ്റ് നിർമ്മിക്കാനുള്ള പദ്ധതി ആവിഷ്കരിച്ചിരിക്കുകയാണ്. അതിനുള്ള കരാർ ഏകദേശം ഇന്ത്യയും റഷ്യയും തമ്മിൽ ആയിട്ടുണ്ട്. അപ്പോൾ ഇത് അമേരിക്കയുടെ പക്കൽ നമുക്കറിയാം, അമേരിക്കയുടെ ഭാഗത്തു നിന്നും ട്രംപിൻ്റെ ഭാഗത്തു നിന്നൊക്കെ കടുത്ത എതിർപ്പും വിരോധവും ഒക്കെ ഉണ്ട്. ഇന്ത്യയും റഷ്യയും തമ്മിൽ കൂടുതൽ ഇപ്പോൾ നിലനിൽക്കുന്ന ബന്ധത്തിന് അവർക്ക് കല്ലുകടിയാണ്. അതുപോലെ തന്നെ ഇന്ത്യയും റഷ്യയും കൂടുതൽ ചങ്ങാത്തം സ്ഥാപിക്കുന്നത് അമേരിക്കയെ സംബന്ധിച്ച്, ട്രംപിനെ സംബന്ധിച്ച് വല്ലാത്ത ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യമാണ്. അപ്പം ഈ പറഞ്ഞ എതിർപ്പുകളും അമേരിക്കയുടെ ഭാഗത്തുനിന്നുള്ള സമ്മർദ്ദങ്ങളും ഭീഷണികളും ഒക്കെ നിലനിൽക്കുമ്പോൾ തന്നെയാണ് ഇന്ത്യ റഷ്യ ഓരോ ദിവസം കഴിയുന്നതോറും കൂടുതൽ മേഖലകളിൽ അവരുടെ സൗഹൃദങ്ങൾ അല്ലെങ്കിൽ ബന്ധങ്ങൾ വ്യാപിപ്പിക്കുകയും അല്ലെങ്കിൽ സ്ഥാപിച്ചെടുക്കുകയും ചെയ്യുന്നതെന്നുള്ളൊരു ശ്രദ്ധേയമായിട്ടുള്ള കാര്യമാണ്. ഇപ്പോൾ ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡ് എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു എയറോനോട്ടിക്സ് സെക്ടറിലെ നമ്മുടെ നമ്പർ 1 ആണ്. പ്രൈവറ്റ് മേഖലയിൽ ഇതുവരെ അങ്ങനെ ഒരു കമ്പനി ഉണ്ടായിട്ടില്ല. അപ്പോൾ തേജസ് എന്ന് പറയുന്ന നമ്മുടെ ഫൈറ്റർ എയർക്രാഫ്റ്റ് ഏകദേശം അതിൻ്റെ പൂർത്തീകരണമൊക്കെ ആയിട്ടുണ്ട്. നമ്മുടെ ഇന്ത്യൻ എയർഫോഴ്സൊക്കെ അത് വാങ്ങിക്കാനുള്ള ഏകദേശം എന്താ പറയുന്നത് അതിൻ്റെ ഒരു ഫിനിഷിംഗ് ലൈനിലാണ്. അല്ലെങ്കിൽ കുറേ തേജസ്സൊക്കെ ഇപ്പോൾ ഇൻഡക്ട് ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ ഇത് ടിൻ എൻജിൻ ആയിരിക്കും ഈ SJ100 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ഇന്ത്യയുടെ സിവിൽ വ്യോമയാന മേഖലയിൽ പ്രത്യേകിച്ച് നമ്മുടെ ഈ ഷോർട്ട് ഹോൾ കണക്ടിവിറ്റി എന്നൊക്കെ പറയും. എന്ന് വെച്ചാൽ നമ്മുടെ രാജ്യത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ഇപ്പം മുംബൈ ടു ഡൽഹി, അല്ലെങ്കിൽ മുംബൈ ടു കൊച്ചി, കൊച്ചി ടു കോയമ്പത്തൂർ, അല്ലെങ്കിൽ കോയമ്പത്തൂർ ടു പിന്നെ എവിടെയാണ് ഡൽഹി, ബാംഗ്ലൂർ, ചെന്നൈ, ഇങ്ങനെയൊക്കെയുള്ള നമ്മുടെ ആഭ്യന്തര വ്യോമയാന മേഖലയുണ്ടല്ലോ. അതിനകത്തിൽ പ്രത്യേകിച്ച് ഈ പറഞ്ഞ സർവീസ് നടത്തുന്ന എയർലൈൻസുകൾക്ക് ഇത് വളരെ, കാരണം ഒന്നാമത് കോസ്റ്റ് ഇഫക്റ്റീവ് ആയിരിക്കും. ഇപ്പം നമ്മൾ ഏത് എയർലൈൻസിനും ഇപ്പോൾ അവർക്ക് മേടിക്കാൻ പറ്റുന്നത് ബോയിങ്ങോ അല്ലെങ്കിൽ എയർബസോ ആയിരിക്കും. നമുക്കറിയാം അതിൻ്റെയൊക്കെ കോസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെയധികം വലുതാണ്. അപ്പം ഇങ്ങനൊരു എയർക്രാഫ്റ്റ് പ്രാവർത്തികമാക്കുവാൻ അല്ലെങ്കിൽ നമുക്ക് ഫലവത്താക്കുവാൻ കഴിയുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇത് ഇന്ത്യയെ സംബന്ധിച്ച് ഇന്ത്യയുടെ ഡൊമസ്റ്റിക് എയർലൈൻസ് റൺ ചെയ്യുന്ന ഇന്ത്യയുടെ ഡൊമസ്റ്റിക് എയർ സർവീസ് റൺ ചെയ്യുന്ന എയർലൈൻസിനെ സംബന്ധിച്ച് അവർക്ക് വലിയൊരു നേട്ടമായിരിക്കും. കാരണം അവർക്ക് കൂടുതൽ ചിലവുകൾ കൊടുത്ത് എയർബസോ ബോയിങ്ങോ മേടിക്കേണ്ട ആവശ്യം വരത്തില്ല. ഈ പറഞ്ഞ എയർക്രാഫ്റ്റ് അവർക്ക് തീർച്ചയായിട്ടും ഇത്, പക്ഷേ നമുക്കറിയാം ഒരു എയർക്രാഫ്റ്റ് മാനുഫാക്ചർ ചെയ്തെടുക്കുക എന്ന് പറഞ്ഞാൽ അത്ര പെട്ടെന്നല്ല. പക്ഷേ ടെക്നോളജി ഓൾറെഡി ഹാൻഡി ആയതുകൊണ്ട്, റഷ്യയുടെ ഭാഗത്ത് ടെക്നോളജി ഉള്ളത് കൊണ്ട് തീർച്ചയായിട്ടും നമുക്ക് ജോയിൻറ്റ് വെഞ്ചർ അത്
അനുസരിച്ച് നമുക്ക് പെട്ടെന്ന് തന്നെ ഇതൊരു പക്ഷേ മാനുഫാക്ചർ ചെയ്തെടുക്കാൻ സാധിക്കുമായിരിക്കും എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോൾ ഈ ഒരു പ്രോഗ്രാം 2016 ഇൻട്രൊഡ്യൂസ് ചെയ്തതാണ് ശരിക്കും പറഞ്ഞത്. അതായത് നമ്മുടെ Tier 2 Tier 3 സിറ്റീസിനെയൊക്കെ റീജിയണൽ കണക്ട്, ഇപ്പോൾ അതായത് കൊച്ചി, കോയമ്പത്തൂർ ഇതുപോലുള്ള മേജർ മെട്രോസ് അല്ലാത്ത അതിന് താഴെ നിൽക്കുന്ന സിറ്റികളെ തമ്മിൽ കണക്ട് ചെയ്യാൻ വേണ്ടി ഈ എയർക്രാഫ്റ്റ് പിന്നെ ഉപയോഗിക്കാം എന്നുള്ളൊരു പ്ലാന് അല്ലെങ്കിൽ പദ്ധതി പ്രോഗ്രാം 2016 ഇൻട്രൊഡ്യൂസ് ചെയ്തതാണ്. അപ്പോൾ ഈ മെമ്മോറാണ്ടം ഓഫ് അണ്ടർസ്റ്റാൻഡിംഗ് അനുസരിച്ച് ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് നമ്മുടെ ഡൊമസ്റ്റിക് ക്ലയൻസിന് വേണ്ടി, എന്നുവെച്ചാൽ നമ്മുടെ ഒരു സെൽഫ് റിലയൻസിൻ്റെ കൂടെ ഭാഗമാണ്. എന്നുവെച്ചാൽ എന്താണ് ഒരു സ്വയം പര്യാപ്തത നേടുക. അങ്ങനെ ഉണ്ടെങ്കിൽ നമുക്ക് എയർബസിനെയും ബോയിങ്ങിനെയൊക്കെ ആശ്രയിക്കേണ്ടി വരത്തില്ല. വൻതോതിലുള്ള ഹ്യൂജ് കോസ്റ്റ് അല്ലെങ്കിൽ ഇല്ലേ, അതൊക്കെ അക്വയർ ചെയ്യാൻ വേണ്ടി നമുക്ക് ഹ്യൂജ് ഇൻവെസ്റ്റ്മെന്റ് എയർലൈൻസുകാർക്ക് വേണ്ടി വരത്തില്ല. അപ്പം അത് തീർച്ചയായിട്ടും ഈ ലോകത്ത്, അപ്പോൾ അത് നമ്മുടെ ഡൊമസ്റ്റിക് എയർ സർവീസ് റൺ ചെയ്യുന്ന എയർലൈൻസിനെ സംബന്ധിച്ച് വലിയൊരു സൈ ഓഫ് റിലീഫ് ആയിരിക്കും തീർച്ചയായിട്ടും. പിന്നെ നമ്മളെ എക്സ്പോർട്ട് ചെയ്യുവാൻ പറ്റുമെങ്കിൽ തീർച്ചയായിട്ടും നമ്മളെപ്പോലുള്ള രാജ്യങ്ങളിൽ ഈ ചെറിയ ചെറിയ കാര്യങ്ങളുണ്ടല്ലോ, എന്ന് വെച്ചാൽ സാമ്പത്തികമായിട്ട് വലിയ പുരോഗതി പ്രാപിക്കാത്ത നമ്മളെപ്പോലുള്ള രാജ്യങ്ങളെ അവർക്ക് അഫോർഡ് ചെയ്യാൻ കഴിയുന്ന കോസ്റ്റിൽ ഈ പറഞ്ഞ എയർക്രാഫ്റ്റ് നമുക്ക് എക്സ്പോർട്ട് ചെയ്യാൻ സാധിക്കുമെങ്കിൽ തീർച്ചയായിട്ടും അത് ഒരു എന്താണ് പറയുന്നത്, ഇരട്ടി വിജയമായിരിക്കും. നമുക്ക് തീർച്ചയായിട്ടും എക്സ്പോർട്ട് ചെയ്യാൻ സാധിക്കും. ഇപ്പോൾ തന്നെ 16 എയർലൈൻ ഓപ്പറേറ്റേഴ്സ് ഏതാണ്ട് 200-ൽ പരം SJ-100 എയർക്രാഫ്റ്റ് ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും അത് ഇപ്പോൾ ലൈവിലുള്ളതാണ്, റൺ ചെയ്യുന്നതാണ്. ആദ്യമായിട്ടുണ്ടാക്കുന്ന ഒരു സാധനമല്ല. ഓൾറെഡി റഷ്യ അത് മാനുഫാക്ചർ ചെയ്ത് 10-16 ലോകത്തിലെ 10-16 എയർലൈൻസ് അല്ല എയർലൈൻ ഓപ്പറേറ്റേഴ്സ് 200-ൽ പരം SJ-100 എയർക്രാഫ്റ്റ് ഉപയോഗിക്കുന്നുണ്ട് എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഇത് ആദ്യമായിട്ട് നമ്മൾ നിർമ്മിക്കാൻ പോകുന്ന സാധനമല്ല, ഫ്രഷ് ആയിട്ടുള്ള പ്രോഡക്റ്റ് അല്ല എന്നുള്ള കാര്യം മനസ്സിലാക്കുക. അപ്പം അങ്ങനെയാണെങ്കിൽ തീർച്ചയായിട്ടും ഇന്ത്യയിൽ നമ്മൾ നിർമ്മിക്കുന്ന ആദ്യത്തെ പാസഞ്ചർ പ്ലെയിൻ ആയിരിക്കും എന്നുള്ളത് ഇന്ത്യയെ സംബന്ധിച്ച് വലിയൊരു എന്താ പറയുന്നത് സ്റ്റെപ്പിംഗ് സ്റ്റോൺ, ഒരു നമ്മളെ സംബന്ധിച്ചൊരു വലിയൊരു വിജയമായിരിക്കും അത്, അല്ലെങ്കിൽ നമ്മളെ സംബന്ധിച്ച് വലിയൊരു നാഴികക്കല്ലായിരിക്കും. ഇന്ത്യയുടെ എയറോനോട്ടിക്കൽ ഇൻഡസ്ട്രിയെ സംബന്ധിച്ച് അല്ലെങ്കിൽ എയറോനോട്ടിക്കൽ സെക്ടറിനെ സംബന്ധിച്ച് നമുക്ക് ഇങ്ങനൊരു പ്രോഗ്രാം സക്സസ്ഫുൾ ആയിട്ട് നമുക്ക് കമ്മീഷൻ ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ ഇന്ത്യയെ സംബന്ധിച്ച് മറ്റൊരു പൊൻതൂവൽ കൂടെ ആയിരിക്കും. അതുതന്നെയല്ല, നമ്മളുടെ ഈ ഡൊമസ്റ്റിക് ഏവിയേഷൻ സെക്ടറിനെ കൂടുതലത് ബൂസ്റ്റ് ചെയ്യാനും, കാരണം ഓൾറെഡി ഈ ഡൊമസ്റ്റിക് ഏവിയേഷൻ സർവീസിന് ഒത്തിരി എയർക്രാഫ്റ്റുകളുടെ ആവശ്യമുണ്ട് ഇനി വരുന്ന ദശാബ്ദങ്ങളൊക്കെ തന്നെ. അപ്പം ഇതിനെല്ലാം നമ്മൾ എയർ ബസിനെയും ബോയിങ്ങിനെയും ഒക്കെ തന്നെ ആശ്രയിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഹ്യൂജ് ബില്യൺസ് ഓഫ് ഡോളേഴ്സിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ് വേണ്ടി വരുന്ന കാര്യമാണ്. അപ്പോൾ 1961 ഈ ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡ് ഒരു പ്രോജക്റ്റ് തുടങ്ങിയിരുന്നു. പക്ഷേ അത് 1988 ആയപ്പോഴത്തേക്ക് കൺക്ലൂഡ് ചെയ്തു. അത് വിജയകരമായിട്ട് പൂർത്തീകരിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിച്ചില്ല. പ്രൊഡക്ഷൻ ഓഫ് ഔറോ HS-748 എന്ന് പറയുന്ന ഒരു പ്രോജക്റ്റ് ആയിരുന്നത്. അപ്പോൾ അന്ന് നമ്മൾ 1961 നമ്മളത് ഈ ഒരു മേഖലയിൽ ഇങ്ങനൊരു എന്താണ് പറയുന്നത് ചുവടുവയ്പ്പ് നടത്തിയാണ്. പക്ഷെ നമുക്കന്നത് പല കാരണങ്ങൾ കൊണ്ടും നമുക്കതിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിച്ചില്ല എന്നുള്ളൊരു ചരിത്രം കൂടെ. അപ്പോൾ നമ്മുടെ ഏവിയേഷൻ ഇൻഡസ്ട്രിയെ സംബന്ധിച്ച് ഇന്ത്യയിൽ ഈ മാനുഫാക്ചർ ചെയ്യാൻ പോകുന്ന ഈ നാരോ ബോഡി എയർക്രാഫ്റ്റ് ഏകദേശം 10-200-ൽ പരം എയർക്രാഫ്റ്റിൻ്റെ ആവശ്യകത ഉണ്ട് എന്നുള്ളതാണ് നമുക്ക് റിപ്പോർട്ടുകളിൽ നിന്നും അല്ലെങ്കിൽ സ്റ്റഡിയിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അടുത്ത 10 വർഷത്തിനുള്ളിൽ, അതായത് ഒരു ദശാബ്ദത്തിനുള്ളിൽ 10-200-ൽ പരം ഇതുപോലുള്ള ഈ നാരോ ബോഡി എയർക്രാഫ്റ്റ്, കാരണം ഇവർ നിർമ്മിക്കാൻ പോകുന്ന ബോയിങ്ങിനെ പോലും അല്ലെങ്കിൽ എയർബസിനെ പോലെ വലിയ മാമത്തായിട്ടുള്ള വലിയ എയർക്രാഫ്റ്റ് ഒന്നുമില്ല നിർമ്മിക്കാൻ പോകുന്നത്, ചെറിയ എയർക്രാഫ്റ്റാണ് നിർമ്മിക്കാൻ പോകുന്നത്. ഏകദേശം 103 പാസഞ്ചേഴ്സോളം യാത്ര ചെയ്യാൻ കഴിയുന്ന തരത്തിലുള്ള ചെറിയ എയർക്രാഫ്റ്റാണ്. അപ്പോൾ ഇന്ത്യയെ സംബന്ധിച്ച് ആത്മനിർഭർ ഭാരത് എന്നുവെച്ചാൽ നമ്മളുടെ സ്വയം പര്യാപ്തത കൈവരിക്കുക ഈ ഒരു മേഖലയിൽ സിവിൽ ഏവിയേഷൻ സെക്ടറിൽ പാസഞ്ചർ എയർക്രാഫ്റ്റ് മാനുഫാക്ചർ ചെയ്യുക എന്നുള്ള പ്രോഗ്രാം നമ്മൾ സക്സസ്ഫുൾ ആയി കഴിഞ്ഞാൽ
നമുക്ക് ഈ ഒരു മേഖലയിലും നമുക്ക് സ്വയം പര്യാപ്തത കൈവരിക്കാൻ സാധിക്കും. അത് തീർച്ചയായിട്ടും ഒട്ടനവധി മറ്റ് മേഖലകൾക്ക് അത് സഹായകരമാവുകയും ചെയ്യും. കാരണം ഒരു പ്രധാനപ്പെട്ട ഇൻഡസ്ട്രി ക്ലച്ച് പിടിക്കുമ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട വലിയൊരു ഇക്കോസിസ്റ്റം തന്നെ ബൂമാകും, ബൂസ്റ്റാകും. അതിപ്പോൾ എയർക്രാഫ്റ്റ് മാനുഫാക്ചറിങ് ആയാലും ശരി, പാസഞ്ചർ എയർക്രാഫ്റ്റ് ആയാലും ശരി, ഫൈറ്റർ എയർക്രാഫ്റ്റിൻ്റെ ആയാലും ശരി. ഇപ്പം ഡ്രോൺ എന്ന് പറയുന്നത് ഇന്ത്യയിൽ മാസീവായിട്ട് അതിൻ്റെ എന്താണ് പറയുന്നത് മാനുഫാക്ചറിങ് ഇന്ത്യ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അടുത്ത ഈ പറഞ്ഞ ഇപ്പം ലോക ഇപ്പം ഗ്ലോബൽ ഡ്രോൺ ഇൻഡസ്ട്രി ഒക്കെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ടർക്കി ഇതുപോലുള്ള രാജ്യങ്ങളൊക്കെ തന്നെയാണ് വളരെ മുൻപന്തി നിൽക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഇന്ത്യ അതിനകത്തിലുള്ള പിന്നെ ഇനിഷ്യേറ്റീവ് എടുത്തിട്ടുണ്ട്. തീർച്ചയായിട്ടും ഇന്ത്യയെ സംബന്ധിച്ചും വളരെ ടെക്നോളജിക്കലി വളരെ സുപ്പീരിയർ ആയിട്ടുള്ള ഡ്രോണുകൾ നിർമ്മിക്കുവാനും അത് നമുക്ക് എക്സ്പോർട്ട് ചെയ്യാനൊക്കെ സാധിക്കും. അപ്പോൾ ഇന്ത്യ ആ ഒരു പാതയിലൂടെ ഉള്ള യാത്ര തുടങ്ങിക്കഴിഞ്ഞു. അപ്പോൾ തീർച്ചയായിട്ടും അടുത്തൊരു ദശാബ്ദത്തിനുള്ളിൽ തീർച്ചയായിട്ടും ലോകത്തിലെ ഏറ്റവും ഒരു പ്രധാനപ്പെട്ട ഡ്രോൺ മാനുഫാക്ചറിങ് കൺട്രി ആയിട്ട് അല്ലെങ്കിൽ രാജ്യമായിട്ട് ഇന്ത്യക്ക് മാറുവാൻ സാധിക്കും. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട വലിയൊരു ഇക്കോസിസ്റ്റം. അപ്പോൾ അതാണ് ഒരു പ്രധാനപ്പെട്ട ഇൻഡസ്ട്രി അല്ലെങ്കിൽ ഒരു സെക്ടർ നമ്മൾ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത് കൊണ്ട് അല്ലെങ്കിൽ ബൂം ചെയ്യുന്നത് കൊണ്ടുള്ള പ്രയോജനം എന്ന് പറയാനാണ്. കാരണം അതുമായിട്ട് ബന്ധപ്പെട്ട ഒട്ടനവധി ഇൻഡസ്ട്രീസ്, സ്മോൾ മീഡിയം സെക്ടറിൽ ഒട്ടനവധി ഇൻഡസ്ട്രീസ് ഉണ്ടാകേണ്ട ആവശ്യകതയുണ്ട്, ഉണ്ടാവുകയും ചെയ്യും. അപ്പോൾ അങ്ങനെ നമ്മുടെ ഇൻഡസ്ട്രിയൽ കപ്പാസിറ്റി വർദ്ധിക്കും, ഇക്കണോമിക് ഗ്രോത്തും അതിന് കൂടുതൽ ഒരു എന്താണ് പറയുന്നത് മൊമെൻറ്റം ലഭിക്കുകയും ചെയ്യും. അപ്പോൾ ഈ SJ-100 എന്ന് പറഞ്ഞാൽ അതിൻ്റെ പ്രധാനപ്പെട്ട ചില പ്രത്യേകതകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് 3500-300 കിലോമീറ്റർ ഫ്ലൈറ്റ് റേഞ്ചും നമ്മൾ നേരത്തെ പറഞ്ഞ 103 പാസഞ്ചേഴ്സിനെ ഉൾക്കൊള്ളാനും സാധിക്കും. ചെറിയ വിമാനമാണ് അപ്പോൾ തീർച്ചയായിട്ടും 103 പാസഞ്ചർ എന്ന് പറഞ്ഞാൽ വളരെ ചെറിയ വിമാനമാണ്. അപ്പോൾ എല്ലാ ക്ലൈമറ്റ് സോണിലും ഇതിന് പ്രവർത്തിക്കാൻ ഫങ്ഷൻ ചെയ്യാൻ കഴിയും. ടെമ്പറേച്ചേഴ്സ് ഏകദേശം -55 to 45 ഡിഗ്രീസിൽ വരെ ഇതിന്. അതുപോലെ തന്നെ ഇതിൻ്റെ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് വളരെ ചീപ്പാണ്. പിന്നെ മറ്റ് പാസഞ്ചർ എയർക്രാഫ്റ്റിനെ പോലെ തന്നെ ഉള്ള നോട്ടബിൾ ആയിട്ടുള്ള ക്വാളിറ്റിയിലൊക്കെ തന്നെ വളരെ മുൻപന്തിയിൽ നിൽക്കുന്ന അല്ലെങ്കിൽ അങ്ങനെയുള്ള ഫീച്ചേഴ്സ് ഉള്ള പെർഫോമൻസ് ക്രെഡിബിലിറ്റി ഉള്ളൊരു എയർക്രാഫ്റ്റാണ് ഈ പറഞ്ഞ SJ-100 എന്നുള്ളത്. കാരണം അത് ഓൾറെഡി പ്രൂവൺ ആണ്. കാരണം സർവീസ് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് അല്ലെങ്കിൽ ലൈവിലുള്ളതാണ് ഈ പറഞ്ഞ പ്രോഡക്റ്റ് അല്ലെങ്കിൽ ഈ എയർക്രാഫ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അല്ല ആദ്യമേ ടെക്നോളജി നമ്മൾ വികസിപ്പിച്ച് ഉണ്ടാക്കിയെടുത്ത് പൊതുവായി നിർമ്മിക്കാൻ പോകുന്നതല്ല. അപ്പം ഇങ്ങനെയുള്ളൊരു ദൗത്യം ഇപ്പോൾ ഇന്ത്യ ഏറ്റെടുത്തിരിക്കുകയാണ് റഷ്യയുമായിട്ടുള്ള കൊളാബറേഷനിൽ. അപ്പോൾ ഇന്ത്യ റഷ്യയും തമ്മിൽ തീർച്ചയായിട്ടും റഷ്യ നമ്മളെ ഈ പറഞ്ഞ മേഖലകളിലൊക്കെ തന്നെ ഈവൻ 5th ജനറേഷൻ സ്റ്റെൽത്ത് ഫൈറ്റർ എയർക്രാഫ്റ്റിൻ്റെ കാര്യത്തിലായാലും അല്ലെങ്കിൽ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള 5th ജനറേഷൻ അല്ലെങ്കിൽ അതുപോലുള്ള ജനറേഷൻ ഓഫ് ഫൈറ്റർ എയർക്രാഫ്റ്റിൻ്റെ കാര്യത്തിലൊക്കെ തന്നെ ഇന്ത്യയുമായിട്ട് കൊളാബറേറ്റ് ചെയ്ത് മുന്നോട്ട് പോകുവാൻ റെഡി ആയിട്ടുള്ളൊരു രാജ്യമാണ്. ടെക്നോളജി അവർ ഏതായാലും അമേരിക്കയെ പോലെയുള്ള പിടിവാശികളൊന്നും റഷ്യയുടെ ഭാഗത്തില്ലെങ്കിൽ തന്നെയും തീർച്ചയായിട്ടും ഇന്ത്യയെ സംബന്ധിച്ച് കൂടുതൽ ഇന്ത്യക്ക് അനുകൂലമായിട്ടുള്ള അല്ലെങ്കിൽ ഇന്ത്യക്ക് പ്രയോജനകരമായിട്ടുള്ള കാര്യങ്ങൾ പിന്നെ ചെയ്യുവാൻ തയ്യാറായിട്ടുള്ള രാജ്യമാണ് റഷ്യ. കാരണം റഷ്യയെ സംബന്ധിച്ചും അത് വളരെ ഇന്ത്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും വളരെ പ്രധാനപ്പെട്ട രാജ്യമാണ് റഷ്യയെ സംബന്ധിച്ചും എല്ലാ കാര്യത്തിലും. അപ്പം റഷ്യക്ക് ചൈനയെ പിണക്കുവാൻ കഴിഞ്ഞാൽ തന്നെയും ഇന്ത്യക്ക് എന്നും ട്രസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഫ്രണ്ട്ലി നേഷനാണ് ഇന്ത്യ. അതുപോലെ തിരിച്ചും. കാരണം ഈ രണ്ട് രാജ്യങ്ങളുടെ എല്ലാ തരത്തിലുള്ള ജിയോ പൊളിറ്റിക്സും ബാലൻസ് ചെയ്യപ്പെടുന്നത് ഈ രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ഇതുവരെയുള്ള സ്റ്റെബിലൈസ്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ സ്റ്റെബിലിറ്റിയുള്ള ഫ്രണ്ട്ഷിപ്പ് കൊണ്ട് തന്നെയാണ് ചോദിച്ചത്. കാരണം റഷ്യക്ക് ചൈനയെ അങ്ങനെ അകമഴിഞ്ഞ് വിശ്വസിക്കാൻ സാധിക്കത്തില്ല. കാരണം റഷ്യയും ചൈന തമ്മിൽ ഓൾറെഡി പ്രോബ്ലംസ് ഒക്കെ ഉണ്ട് അവരുടെ ബൗണ്ടറീസിലും ബോർഡറിലൊക്കെ തന്നെ. കാരണം വലിയ അതിർത്തി പങ്കിടുന്ന രണ്ട് രാജ്യങ്ങളാണ് റഷ്യയും ചൈന എന്ന് പറയുന്നത്. അപ്പോൾ ചൈന ഒരു പ്രാവശ്യം വളർന്ന് അല്പം കൂടെ ഒന്ന് പിന്നെ മൂത്ത് കഴിഞ്ഞാൽ ചൈന എങ്ങനെ റിയാക്ട് ചെയ്യും? കാരണം ഇപ്പം ചൈനയ്ക്ക് റഷ്യയെ വളരെ അത്യാവശ്യമാണ്, റഷ്യക്ക് അതുപോലെ തന്നെ ചൈനയും വളരെ അത്യാവശ്യമാണ്. അതുപോലെ തന്നെ ഇന്ത്യക്കും അതുപോലെ തന്നെ റഷ്യക്കും അതുപോലെ തന്നെ. അപ്പോൾ ഈ മൂന്ന് രാജ്യങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം കോംപ്ലിമെൻ്റ് ചെയ്യുന്ന ആയതുകൊണ്ട് ഒരു ബാലൻസ്ഡ് ഇക്വേഷനാണ് അവിടെ ഉള്ളത്. അപ്പം റഷ്യക്ക് ചൈനയെ ആവശ്യമാണ്, ചൈനയ്ക്ക് റഷ്യ ആവശ്യമാണ്, ഇന്ത്യക്ക് റഷ്യ ആവശ്യമാണ്, റഷ്യക്ക് ഇന്ത്യയും ആവശ്യമാണ്. ഇന്ത്യക്കും ചൈനയ്ക്കും ഏകദേശം ഈ പറഞ്ഞ ഇടയ്ക്കുണ്ടായിട്ടുള്ള ചില പ്രശ്നങ്ങളെ നമ്മൾ ഒഴിവാക്കി കഴിഞ്ഞാൽ ഇക്കണോമിക്കലി എങ്കിലും ഈ രാജ്യങ്ങൾക്കും അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം പിന്നെ ബാക്കിയുള്ള കാര്യങ്ങളൊരു എന്താണ് പറയുന്നത് ഒരു സൈലൻ്റ് ആയിട്ടുള്ളൊരു സമവായം
അത്യാവശ്യമാണ്. കാരണം ഇരു കൂട്ടർക്കും അത് ദോഷം ചെയ്യുന്ന രീതിയിലായിരിക്കും ഒരു കോൺഫ്ലിക്റ്റ് സോൺ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത്. അവിടെ തീർച്ചയായിട്ടും ഇന്ത്യയെ സംബന്ധിച്ച് റഷ്യയെ സംബന്ധിച്ച് ഇന്ത്യയും വളരെ പ്രധാനപ്പെട്ട ഒരു റിലേഷൻഷിപ്പ് നിലനിൽക്കുന്ന, അല്ലെങ്കിൽ ഇനിയും അത് കൂടുതൽ ശക്തമായിട്ടുള്ള രീതിയിൽ പല മേഖലകളിലും വ്യാപിപ്പിക്കുവാൻ, അല്ലെങ്കിൽ അതിനെ ഡീപ്പൻ ചെയ്യാനാണ് ഈ രാജ്യങ്ങളുടെ തീരുമാനം. അപ്പോൾ ഇതൊക്കെ തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞു, അമേരിക്കയ്ക്ക് ഇത് വളരെ ഡിസ്കംഫർട്ട് ഉണ്ടാക്കുന്ന ചില കാര്യങ്ങളുണ്ട്. അസഹിഷ്ണുത അമേരിക്കയുടെ ഭാഗത്തു നിന്നും ട്രംപിന്റെ ഭാഗത്തു നിന്നും. കാരണം ഇന്ത്യയും റഷ്യയും തമ്മിൽ കൂടുതൽ ഈ എന്താണ് പറയുന്നത്, ഉള്ള ബന്ധം നിലനിർത്തുന്നതും അതുപോലെ തന്നെ ഉള്ള ബന്ധത്തെ കൂടുതൽ ആഴത്തിലാക്കുന്നതും അല്ലെങ്കിൽ വ്യാപിപ്പിക്കുന്നതും ഒക്കെ തന്നെ അമേരിക്കയെ സംബന്ധിച്ച് അവരുടെ ചില ജിയോ പൊളിറ്റിക്കൽ അംബീഷൻസിന് തടസ്സം സൃഷ്ടിക്കുന്നതാണെന്നുള്ള ഒരു തിരിച്ചറിവ് അവർക്കുണ്ട്. അതുകൊണ്ട് തീർച്ചയായിട്ടും അതിനകത്തിൽ പിന്നെ ഒരു ആപ്പടിച്ച് കയറ്റാൻ പരമാവധി അമേരിക്കയും ട്രംപും ഒക്കെ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ അതുകൊണ്ടൊന്നും കാര്യമില്ല. കാരണം ഇന്ത്യയെ സംബന്ധിച്ച് ഇന്ത്യയുടെ നാഷണൽ സെക്യൂരിറ്റി ഇപ്പോൾ ഏത് പാർട്ടിയുടെ ഭരിച്ചാലും, അതുപോലെ തിരിച്ച് റഷ്യയെ സംബന്ധിച്ചും ഈ രണ്ട് രാജ്യങ്ങൾ പരസ്പരം കൈകോർക്കുക എന്നുള്ളത് വളരെ അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഇതിൻ്റെയൊക്കെ പേരിലാണല്ലോ ട്രംപ് നമുക്ക് മേൽ 25% അഡീഷണൽ ഡ്യൂട്ടി അല്ലെങ്കിൽ ടാരിഫ് ഏർപ്പെടുത്തി അതിനെ മൊത്തം 50% അതുപോലെ തന്നെ ഇന്ത്യ റഷ്യയിൽ നിന്ന് ഓയിൽ വാങ്ങിക്കുന്നത് നിർത്തണമെന്നും ചിലപ്പോൾ ഏഹ്, ട്രംപ് പറയുന്നു, മോഡി ട്രംപിന് ഉറപ്പ് കൊടുത്തിട്ടുണ്ടെന്നും നാളെ മുതൽ ഇന്ത്യ റഷ്യയിൽ നിന്ന് ഓയിൽ വാങ്ങി നിർത്തും എന്നൊക്കെ ഉള്ള പലതരത്തിലുള്ള സ്റ്റേറ്റ്മെൻറ്റും പ്രസ്താവനകളും ഒക്കെ തന്നെ ട്രംപ് ദിവസവും ഏഹ്, അടിച്ചിറക്കുന്നുണ്ടെങ്കിൽ തന്നെ ഇന്ത്യയുടെ ഭാഗത്തുനിന്ന് ഇന്ത്യയുടെ നിലപാടിൽ നിന്ന് ഇതിലെ യാതൊരു ഡയലൂഷൻ സംഭവിച്ചിട്ടില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പോൾ ഈ ഒരു എന്താണ് പറയുന്നത്, ഈ ഒരു വാർത്ത അല്ലെങ്കിൽ ഈ ഒരു ഇൻഫർമേഷൻ ശരിക്കും പറഞ്ഞാൽ നമ്മളെ സംബന്ധിച്ച്, ഇന്ത്യയെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ടാണ്. കാരണം ഈ ഒരു മേഖലയിൽ തീർച്ചയായിട്ടും ഒരു ചുവടുവെപ്പ് വയ്ക്കുക എന്നുള്ളത്, അതായത് ഇന്ത്യക്ക് ഒറ്റയ്ക്ക് സാധിക്കത്തില്ല. ആം, ഒറ്റയ്ക്ക് നമ്മൾ ഇതിനുള്ള ഒരു എന്താണ് പറയുന്നത്, ഈ ഒരു ദൗത്യം ഏറ്റെടുത്ത് കഴിഞ്ഞാൽ അതിന് നമുക്ക് ഒത്തിരി കാലതാമസം നേരിടേണ്ടി വരും. അപ്പോൾ തീർച്ചയായിട്ടും റഷ്യയെ പോലുള്ള രാജ്യങ്ങളെ ആശ്രയിക്കുക, അല്ലെങ്കിൽ ഫ്രാൻസ് ഇതുപോലുള്ള രാജ്യങ്ങളൊക്കെ ആശ്രയിക്കുക. ഫ്രാൻസ് ഒരിക്കലും അതിന് തയ്യാറത്തില്ല. കാരണം എനിക്ക് തോന്നുന്നു ഫ്രാൻസിൽ ഉൾപ്പെടുന്ന ഒരു കൺസോർഷ്യമാണെന്ന് തോന്നുന്നു എയർബസിൻ്റെ എന്ന് പറയുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും അവർക്കൊരു കോമ്പറ്റീറ്ററായിട്ട് ഒരു പാസഞ്ചർ എയർക്രാഫ്റ്റിനെ ഉണ്ടാക്കുവാൻ ഇന്ത്യയോട് ഒത്തുചേർന്ന് തീർച്ചയായിട്ടും ഫ്രാൻസോ അല്ലെങ്കിൽ ജർമ്മനിയോ ഒന്നും തയ്യാറാകാൻ സാധ്യതയില്ല. അമേരിക്ക ഒട്ടുമേ ഇല്ല. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും പിന്നെ നമുക്ക് ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റുന്നത് ഇപ്പോൾ പ്രൂവൺ ആയിട്ടുള്ള എയർക്രാഫ്റ്റ് മാനുഫാക്ചർ ചെയ്ത് ഇപ്പം ഗ്ലോബൽ ഏവിയേഷൻ സെക്ടറിൽ ഉപയോഗിക്കുന്ന ഒരു രാജ്യം റഷ്യ. അതുകൊണ്ട് തീർച്ചയായിട്ടും ഇന്ത്യയും റഷ്യയും തമ്മിൽ കൊളാബറേറ്റ് ചെയ്ത് ഇങ്ങനൊരു എന്താണ് ഒരു പ്രോഡക്റ്റ് അല്ലെങ്കിൽ ഇങ്ങനൊരു ഉൽപ്പന്നം, പാസഞ്ചർ എയർക്രാഫ്റ്റ് ഉൽപ്പന്നം നമുക്ക് നിർമ്മിച്ച് അധികം വയ്യാതെ തന്നെ, ഒത്തിരി കാലതാമസം അല്ലെങ്കിൽ ഒത്തിരി സമയമെടുക്കാതെ തന്നെ നമുക്കതിനെ ഒരു ആ ലക്ഷ്യം പൂർത്തീകരിച്ച് നമുക്കതിനെ മാർക്കറ്റ് ചെയ്യാൻ സാധിച്ചാൽ തീർച്ചയായിട്ടും ഇന്ത്യയെ സംബന്ധിച്ച് ഇന്ത്യയുടെ ഏവിയേഷൻ സെക്ടറിനും അല്ലെങ്കിൽ ഡൊമസ്റ്റിക് സിവിൽ ഏവിയേഷൻ സെക്ടറിനൊക്കെ തന്നെ വളരെ പ്രയോജനകരമായിരിക്കും. അതുപോലെ തന്നെ ഇത് നമുക്ക് എക്സ്പോർട്ട് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ ഇന്ത്യയെ പോലുള്ള ഡെവലപ്പിംഗ് നേഷൻസിന് പലർക്കും ഇത് തീർച്ചയായിട്ടും കോസ്റ്റ് ഇഫക്റ്റീവായിട്ട് ചീപ്പായിട്ട് അവർക്ക് ഈ പറഞ്ഞ ക്രാഫ്റ്റ് വാങ്ങി അവരുടെ രാജ്യത്തെ എയർലൈൻസ് സർവീസ് സെക്ടറിനെ കൂടുതൽ അവർക്ക് പരിപോഷിപ്പിക്കാൻ സാധിക്കും. അപ്പോൾ ഇത്രയാണ് നമുക്ക് ഈ ടോപ്പിക്കിനെ കുറിച്ച് പറയാനുള്ളത്. അപ്പോൾ ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയുന്നതിന് നമുക്ക് വരും വീഡിയോയിൽ നമുക്ക് ഷെയർ ചെയ്യാം. തൽക്കാലം ഇത്രയും പറഞ്ഞുകൊണ്ട് വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം.